സംസ്ഥാനത്ത് മഴയ്ക്കല്പം ശമനമുണ്ടെങ്കിലും മഴക്കെടുതി ഇപ്പോഴും അതിൻ്റെ ദുരിതങ്ങൾ ഇപ്പോഴും സാധാരണ ജനങ്ങൾ അനുഭവിക്കുകയാണ്. നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 26 പേർ മരിച്ചു, 4 പേരെ കാണാനില്ല. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. ഇത് ഇപ്പോൾ 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വലിയ ദുരിതം ഈ മഴക്കാലത്ത് നേരിട്ടത് കോട്ടയം ജില്ലയിലാണ്. പക്ഷേ നിലവിലൊരു അവിടുത്തെ സ്ഥിതി ആശ്വാസകരമാണ്. കോട്ടയത്തെ പ്രത്യേകിച്ചും ഈ കിഴക്കൻ മേഖലകളിലുണ്ടായ മഴ അതിൻ്റെ ദുരിതത്തിനൊക്കെ ഒരല്പം അയവ് വന്നിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ മേഖല അവിടെ വെള്ളക്കെട്ട് തുടരുന്നു, ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നിലവിൽ കോട്ടയം ജില്ലയുടെ ഒരു സാഹചര്യം എന്താണ്? തുടർച്ചയായി ദിവസങ്ങളിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അടക്കം അവധി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. മഴക്കെടുതിയുടെ അതിൻ്റെ ദുരിതം കൂടുതൽ അനുഭവിച്ചൊരു ജില്ലയാണ്. പടിഞ്ഞാറൻ മേഖലകളിലേക്കാണ് വെള്ളം പൂർണ്ണമായി ഇപ്പോൾ ഒഴുകി വരുന്നത്. നിരവധി വീടുകളിൽ, വ്യാപാര സ്ഥാപനങ്ങളടക്കം വെള്ളം കയറിയ സാഹചര്യമാണ്. നിലവിൽ ഇപ്പോഴെന്താണ് സ്ഥിതി? ടോമ, വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരവും രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ മഴ പെയ്തിരുന്നു. പക്ഷേ ഒരു 11 മണിക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടില്ല. ഈ പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് മുന്നറിയിപ്പ് നിലയ്ക്കും താഴേക്ക് വെള്ളം ഇന്നലെ തന്നെ പോയിരുന്നു. ഇന്നലെ വെള്ളം കെട്ടിക്കിടന്ന പേരൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും വെള്ളം താഴേക്ക് പോയിട്ടുണ്ട്. ഈ നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും ഏതാണ്ട് 2 അടിയോളം വെള്ളം താഴ്ന്നിട്ടുണ്ട്. അതായത് പ്രധാന റോഡുകളിൽ ഒരുപക്ഷെ ഇന്ന് കുമരകം റോഡിലൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇനിയും അതിശക്തമായ മഴയൊന്നും പെയ്തില്ല എങ്കിൽ. എന്തായാലും ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ഇന്നലെയും തീക്കോയിൽ 60 മില്ലിമീറ്റർ മഴ ഇന്ന് ഏതാണ്ട് രാവിലെ വരെ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു അപകട നിലയ്ക്ക് പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, യെസ്, അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീജിത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കുമരകം, വൈക്കം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്, വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമാണെന്ന്. പൊതുവെ ഈ പടിഞ്ഞാറ് മേഖലയും ഇപ്പോൾ സുരക്ഷിതമെന്ന് കരുതാമല്ലേ? ഇപ്പോഴവിടെ നിരവധി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? നിരവധി ജനങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടോ? ടോമ, തീർച്ചയായും ആളുകൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഏതാണ്ട് 8,000-ഓളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 8,000-ഓളം എന്നുള്ളത് കോട്ടയത്തെ സംബന്ധിച്ച് സാധാരണഗതിയിലൊരു പ്രളയം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയാണ്. 2018-ലൊക്കെ ഏതാണ്ട് 30,000-ഓളം ആളുകളാണ് ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആ സംഖ്യ കുറവാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ക്യാമ്പുകൾ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 8,000 ആളുകൾ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും ഒടുവിൽ അറിയിച്ച കണക്ക് പ്രകാരം വ്യക്തമാകുന്നത്. പ്രധാനമായും അത് കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലാണ് ക്യാമ്പുകളുടെ എണ്ണം കൂടുതലുള്ളത്. ഇപ്പോ വൈക്കത്തിന്റെ പ്രദേശങ്ങളിൽ സാധാരണ വലിയ തോതിൽ വെള്ളം കയറാറുള്ളതാണ്. പക്ഷേ മൂവാറ്റുപുഴയാർ വഴിയുള്ള വെള്ളം കയറിയത് ഇത്തവണ കുറവാണ്. കഴിഞ്ഞ മുൻകാലങ്ങളെ, പ്രളയകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെയും അവിടെയും അപകട നിലയ്ക്ക് താഴേക്കൊക്കെ വെള്ളം ഇന്നലെ തന്നെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ആശ്വാസകരമാണ് പൊതുവിൽ സാഹചര്യം. ജില്ലയിൽ പൊതുവെ മഴ മാറി നിൽക്കുന്നത്, ഇന്ന് ഏതാണ്ട് രാവിലേക്ക് ശേഷം മഴ മാറി നിൽക്കുന്നത് വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. യെസ്, ഇനി കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകളിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണെന്നാണ് പറയുന്നത്. അതിൽ ഈ കക്കോടി, കണ്ണാടിക്കൽ മേഖലകളിലാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. 1000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, എന്താണ് അവിടുത്തെ സ്ഥിതി?
ടോം, പൊതുചിത്രം എന്ന പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും മഴയ്ക്ക് തോത് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കാര്യമായ മഴ ഒരിടത്തു നിന്നും മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ താഴ്ന്ന ഇടങ്ങളിൽ കയറിയിരുന്ന വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കക്കയം അണക്കെട്ടൊക്കെ തുറന്നു വെച്ചപ്പോൾ അവിടെ നിന്നും ഈ പൂനൂർ പുഴ വഴിയുള്ള വെള്ളമൊക്കെ വലിയ തോതിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വന്നു. പ്രത്യേകിച്ചും ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ, ഈ കക്കോടി പോലെയും കണ്ണാടിക്കൽ പോലെയുള്ള ഇടങ്ങളാണ് വലിയ തോതിൽ ഈ ജലത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത്. മറുവശത്ത് പറമ്പിൽ ബസാർ, കുരുവട്ടൂർ പോലുള്ള പഞ്ചായത്ത് ആ മേഖലകളിലെയും അവിടെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ജനജീവിതം ഏതാണ്ട് ഒരു സാധാരണഗതിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് പലയിടങ്ങളിൽ നിന്നും രാവിലെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം പൂർണ്ണമായി മഴ പെയ്തപ്പോൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം കൂടി മഴ പെയ്തപ്പോഴാണ് ഇത്ര വലിയ പെട്ടെന്ന് ഒരു ജലനിരപ്പിൽ ഉയർന്നത്. ഇന്നലെയും ഈ ജലനിരപ്പ് ഒട്ടും താഴാതെ നിൽക്കുന്നത് ജനങ്ങൾ ഒരു ആശങ്കയിലാഴ്ത്തിയിരുന്നു. കാരണം ഇന്നലെയും കാര്യമായ രീതിയിലൊരു മഴ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ജലനിരപ്പ് താഴാതെ നിൽക്കുന്നത് ഒരു ആശങ്ക ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതിഗതി മാറിയിരിക്കുന്നു. ഒരുപാട് വെള്ളക്കെട്ടുണ്ടായിരുന്ന ഇടങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് അവശേഷിക്കുന്നത്. മറ്റുള്ള ഇടങ്ങളിൽ ഏതാണ്ട് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അവിടെ രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ എത്തി ക്യാമ്പുകളിൽ നിന്നും ബന്ധുവീടുകളിലും ഒക്കെ മാറി താമസിച്ച ആളുകൾ അവിടെ എത്തി വീടിന്റെ ശുചീകരണ പരിപാടികളൊക്കെ നടത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നാളത്തെ കൂടെയൊക്കെ പൂർണ്ണമായും ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ ഒരുപക്ഷെ ആ വീട്ടിലേക്ക് പോയേക്കും. ഇനി ഉച്ചതിരിഞ്ഞുകൂടി മഴ ഇതുപോലെ മാറി നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാവുന്ന രീതിയിൽ എത്തും. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറം പാണക്കാട് കഴിഞ്ഞ തിങ്കളാഴ്ച റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണതുമായി ബന്ധപ്പെട്ട വിഷയം അത് നമ്മളേറെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ മണ്ണ് നീക്കം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ എന്ന് ഈ ഗതാഗതം എന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. CB അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. 2 ദിവസം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടായി പാലത്തിനടുത്തുള്ള ആ ഇടത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, അന്ന് ആ റോട്ടിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴും ആ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 600 ലോഡിലേറെ മണ്ണ് ഇതിനകം തന്നെ ഇവിടെ നിന്നും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ആ റോഡിൽ നിന്ന് റോഡിലേക്ക് വരാൻ സാധ്യതയുള്ള മണ്ണൊക്കെ ഇവിടെ നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം, ആ മണ്ണ് ഈ ഒരു കാലാവസ്ഥ തുടരുകയാണെങ്കിൽ ഈ പ്രവർത്തികൾക്കൊന്നും വലിയ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ തങ്ങി നിൽക്കുന്ന മണ്ണും മറ്റും താഴേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, അതുകൊണ്ടാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും അനുവദിച്ചിട്ടില്ല. ഗതാഗതം ഇപ്പോൾ ഈ വഴി അനുവദിച്ചിട്ടില്ല. അതിന് ആ സുരക്ഷ, അതായത് റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴില്ല, കല്ല് ഇടിഞ്ഞു വരില്ല എന്ന കാര്യം ഉറപ്പാക്കിയതിന് ശേഷമേ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അനുവാദം നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രവൃത്തി അത് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഇന്നത്തോടെ പൂർത്തീകരിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം ഇതിൽ മണ്ണ് വെള്ളവുമായിട്ട് ചേർന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് മഴ ഉണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും തീർക്കുക. അപ്പോൾ മഴ മാറി നിന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാകും. മണ്ണ് കുറെക്കൂടി വേഗത്തിൽ നീക്കം ചെയ്യുകയും ഈ പ്രദേശത്ത് വേറെ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ട്രോമ കെയറിൻ്റെയും പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഇതിപ്പോൾ എപ്പോഴേക്കാണ് പൂർത്തിയാക്കാനാകുക എന്നുള്ളതാണ് വിലയിരുത്തൽ. ഏകദേശം ഒരു വൈകുന്നേരം ആവും. കാരണം മണ്ണുകളൊക്കെ ലൂസാണ്. പരമാവധി സ്പീഡാക്കി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നിർത്തിവെച്ചു സ്കൂൾ ടൈം ആയതിൻ്റെ കാരണത്താൽ. വാഹനങ്ങൾ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഗതാഗതം തുറന്നു കൊടുക്കണമെങ്കിൽ ഇത് പൂർത്തീകരിക്കണം. പൂർണ്ണമായും ഗതാഗതം തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ കാണുന്ന മണ്ണും അതേപോലെ റോഡിൻ്റെ സൈഡ് ഭാഗവും ക്ലിയർ ആയതിനു ശേഷം മറ്റു വാഹനങ്ങൾ പോകുമ്പോൾ അപകടമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാനെന്നാണ്. മുകളിൽ നിന്ന് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? ഒന്നും പ്രതീക്ഷിതല്ല. അതായത് മഴ കൂടിക്കഴിഞ്ഞാൽ ഇടിയുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ആശങ്കയുള്ളത്, അതാണ് ആശങ്കയുള്ളത്. മാത്രമല്ല ഇത് കഴിഞ്ഞ് മഞ്ഞ് മാറ്റിയതിന് ശേഷം വാഹനം ഗതാഗതം പൂർണ്ണമായിട്ട് സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് പൂർണ്ണമായി മാറ്റണം. അതിനുശേഷം ജില്ലാ ഭരണകൂടം അപകടമില്ലാത്ത രീതിയിലാണോ? ഇതുവരെ നമുക്ക് കാഷ്വാലിറ്റികളൊന്നുമില്ല. ഇനി വരും സമയങ്ങളിലും അപകടമില്ലാത്ത രീതിയിൽ വേണം പൂർത്തീകരിക്കാൻ. എത്ര ലോഡ് നീങ്ങിയിട്ടുണ്ടോ മണ്ണ്?
ഇന്നലെ നമ്മൾ ഏകദേശം 240ഓളം ലോഡുകൾ ഇന്നലെ നീങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ടോറസിൻ്റെയും അതേപോലെ തന്നെ ടിപ്പർ ലോറികളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ വലിയ വലിയ ടോറസ് ലോറികളാകുമ്പോൾ അത്രത്തോളം മണ്ണ് ഇവിടുന്ന് കയറ്റി പോകും. നമ്മൾ പ്രതീക്ഷിച്ചതിലധികം മണ്ണുകൾ ഇവിടെ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അതാണ് ഒരു തടസ്സമാകുന്നത്. അതാണ് തടസ്സമാകുന്നത്. കാലാവസ്ഥ അനുയോജ്യമാണ്, സമാധാനം അല്ലേ? ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല. പക്ഷെ ഇനിയുള്ളതൊന്നും പറയാൻ പറ്റൂല. ഇടയ്ക്ക് മഴയുടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതെ, തീർച്ചയായും കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഈ പ്രവൃത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം മഴ പെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് എത്രമാത്രം മണ്ണ് വീണ്ടും ഒഴുകിയെത്തുമെന്ന് പറയാനാകില്ല. മാത്രമല്ല ഇത്രയും വേഗത്തിൽ ഈ മണ്ണ് ചളി വളരെ പശിമയുള്ള ചളി പിടിച്ച് കെട്ടിക്കിടക്കുന്ന മണ്ണാണ്. അത് ഈ യന്ത്രം വഴി മാറ്റുക എന്നുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ അത്ര എളുപ്പമാകില്ല. മാത്രമല്ല വീണ്ടും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ വളരെ വേഗത്തിൽ മണ്ണ് ക്ലിയർ ചെയ്യാൻ കഴിയും. ഒപ്പം ഈ വഴി വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ അധികൃതർ ഇത് പരിശോധിച്ച് മുകളിൽ നിന്ന് മണ്ണ് ഇനി അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തില്ല. ഈ നിലവിൽ ഇവിടെ കൂടിക്കിടക്കുന്ന മണ്ണും ഈ മണ്ണും ഒക്കെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം വേണം. അങ്ങനെ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ ഇതുവഴി ഗതാഗതം അനുവദിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ മേഖലയിലെ തുടർ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വിശദമായ പരിശോധനകൾ വേണ്ടിവരും. കാരണം ഈ മലയുടെ ഒരു ഘടന അത് ഈ മണ്ണ് എടുത്തതിന് ശേഷം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണിടിഞ്ഞതിന് ശേഷം കുറെ കൂടി ദുർബലമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പാക്കിയ ശേഷമേ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അധികൃതർ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ആദ്യ പരിഗണന ഈ മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക, ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. കാലാവസ്ഥ അനുയോജ്യമാണിപ്പോൾ. ഇന്ന് മഴ രാവിലെ വലിയ തടസ്സമുണ്ടാക്കിയിട്ടില്ല. ഇതേ ഒരു സാഹചര്യമാണെങ്കിൽ വൈകുന്നേരത്തോടെ മണ്ണ് പൂർണ്ണമായി മാറ്റാനാകുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. CB അനുമോദ്, ന്യൂസ് 18. CB അനുമോദിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. മലപ്പുറം പാണക്കാട് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അതിൻ്റെ ദുരിതത്തിലാണ് ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ. ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.